1970 പ്രമുഖ സ്വാതന്ത്ര്യ സേനാനിയായിരുന്ന ജോസഫ് പള്ളി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മഹിളാ സമാജത്തിന് സംഭാവന ചെയ്ത സ്ഥലത്ത് അന്ന് മുതൽ ബാലവാടിയായിട്ട് പ്രവർത്തിച്ചു വരുന്ന കെട്ടിടമാണിത്. 2001 ഇത് അംഗൻവാടിയായിട്ട് കേരള സർക്കാർ ഏറ്റെടുത്തു. അന്ന് മുതൽ നിറയെ കുട്ടികളുമായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും 10, 15, 20 വർഷം കുട്ടികളെ വെച്ച് പ്രവർത്തിച്ചു വന്ന 54 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള അംഗൻവാടിയാണിത്. ഇപ്പം തക്കക്കര പഞ്ചായത്തിൻ്റെ 20 ലക്ഷം രൂപയും ഇരാറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിന് 5 ലക്ഷം രൂപ, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 5 ലക്ഷം രൂപ, അങ്ങനെ 30 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച് 2 നിലകളിലേക്ക് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഏതാനും സമയത്തൊക്കെ നടക്കാൻ പോകുന്നത്. ഈ അംഗൻവാടിയുടെ 2001 മുതൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഈശ്വര പ്രാർത്ഥന. ചരാചര രക്ഷക ദേവാ, അകമഴിഞ്ഞങ്ങളെ പാലിക്ക ദേവാ. സകല ചരാചര രക്ഷക ദേവാ, അകമഴിഞ്ഞങ്ങളെ പാലിക്ക ദേവാ. അഴലാകെ നീക്കി ആനന്ദമേകി, അഴലാകെ നീക്കി ആനന്ദമേകി, സകല സൗഭാഗ്യങ്ങളെ ഗണേ നിത്യം. കമഴിഞ്ഞങ്ങളെ പാലിക്ക ദേവാ. ക്രിസ്തുവും കൃഷ്ണ
ബഹുമാനപ്പെട്ട പൂഞ്ഞാത്തക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു അത്യാലിൽ നമ്മുടെ ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട MP ശ്രീ ആൻ്റോ ആൻ്റണി സാറ്, ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കാൻ ചേർന്നിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ്, ജില്ലാ പഞ്ചായത്തിൻ്റെ നമ്മുടെ ഡിവിഷനിലെ മെമ്പർ കുമാരി PR അനുപമ, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രജീഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ KK കുഞ്ഞുവാൻ, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ അനിൽകുമാർ മഞ്ഞപ്ലാക്കൽ, വർക്കി PU, മിനിമോൾ ബിജു, മേരി തോമസ്, രാജമ്മ ഗോപിനാഥ്, സജിമോൻ കതലക്കാട്ടിൽ, ആനിമ സണ്ണി, ബീന മധുമോൻ, ജനാർദ്ദൻ BG, നിഷ സാനു, സജി CB, ICDSൻ്റെ പൂഞ്ഞാർ തെക്കക്കര സൂപ്പർവൈസർ മെർലിൻ ബേബി, ALMC കമ്മിറ്റി അംഗം ശ്രീ ദേവസ്യാച്ച മാണിപ്പുര, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട നാട്ടുകാരെ, അംഗൻവാടി ടീച്ചർമാരെ, ഹെൽപ്പർമാരെ, ALMC ഈ പൂഞ്ഞാട്ടോൺ അംഗൻവാടി ALMC കമ്മിറ്റി അംഗങ്ങളെ, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പഴയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അദ്ദേഹം സൗജന്യമായിട്ട് 5 സെൻറ്റ് സ്ഥലം പൂഞ്ഞാട്ടോൺ അംഗൻവാടിക്ക് അന്നത്തെ കാലത്ത് ഇവിടെ ബഹുമാനപ്പെട്ട അന്തരിച്ചു പോയ കമലമ്മ വാലാനിക്ക് കമല ചേച്ചിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വിജയമദാസപ്പന്, പെണ്ണമ്മ ചേച്ചി പരക്കാട്ട്, അജിതകുമാരി ടീച്ചർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ ഒരു മഹിളാ സമാജം സോഷ്യൽ വെൽഫെയർ സെൻറ്റർ എന്ന പ്രസ്ഥാനം ഈ പൂഞ്ഞാർ ടൗണിൽ പ്രവർത്തിച്ച് വന്നപ്പോൾ അവർക്ക് ബഹുമാനപ്പെട്ട ജോസഫ് തള്ളി ഫ്രീ ആയിട്ട് 5 സെൻറ്റ് സ്ഥലം സംഭാവന ചെയ്യുകയും ആ സ്ഥലത്ത് ഒരു അംഗൻവാടി അന്നത്തെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ബാലവാടി 1970 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ റോജി സൂചിപ്പിച്ചത് തന്നെ നമ്മുടെ പൂഞ്ഞാർ ടൗൺ അംഗൻവാടിയുടെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ആ ചരിത്രത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ച് വരുന്ന സന്ദർഭത്തിൽ തന്നെ പണ്ട് ഒരു മഹിളാ സമാജമായി ആരംഭിച്ച് ഏതാണ്ട് 10-30 വർഷക്കാലത്തിലധികം പ്രവർത്തിച്ച് ഒരു ജീർണതയുടെ അടയാളമായി മാറിയിരുന്നു നമ്മുടെ പഴയ കെട്ടിടം. അപ്പോൾ ആ കെട്ടിടം അവിടെ പുതുക്കി പണിത് ഇന്ന് ICDS അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരമുള്ള ഒരു പുതിയ കെട്ടിടം എന്ന ആവശ്യം കാലങ്ങളായി ഉയർന്നു വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ തീർച്ചയായും ആ ഒരു സന്ദർഭത്തിലാണ് ഇത് പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുക. ഇന്ന് ഈ അംഗൻവാടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. എത്ര മനോഹരമായ അംഗൻവാടിയാണ്. ഇവിടെ പഠിക്കാൻ കുട്ടികൾക്ക് ആഗ്രഹം തോന്നും. അത്ര നല്ല മനോഹരമായിട്ടാണ് അംഗൻവാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പൂഞ്ഞാർ നിയമമണ്ഡലത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു അംഗൻവാടിയാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമായത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പഞ്ചായത്ത് കമ്മിറ്റിയോടും ഇതിന് ധനസഹായം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുഞ്ഞുമോനോടും ഈ വാർഡിൻ്റെ അംഗം പ്രിയപ്പെട്ട റോജി തോമസ് അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അടക്കമുള്ള എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പഞ്ചായത്ത് എടുത്തൊരു നല്ല തീരുമാനം ഈ തൊഴിലുറപ്പ് പദ്ധതി ഇതിൻ്റെ അസറ്റ് ക്രിയേഷന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി ഈ കാർഡ് തെളിക്കാനും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെച്ചതാണ് യഥാർത്ഥത്തിലുള്ള കുഴപ്പം. അതേസമയം അസറ്റ് ക്രിയേഷന് വേണ്ടി എത്ര ലക്ഷം ഉറുപ്പികയുടെ അസറ്റ് ക്രിയേഷൻ വേണമെങ്കിലും ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടക്കും. വാഴൂർ തൊഴിലുറപ്പ് പദ്ധതിയുടെ അസറ്റ് ക്രിയേഷൻ്റെ ഭാഗമായി 40 ലക്ഷം രൂപയുടെ ഒരു പാലമാണ് തീർത്തത്. പഞ്ചായത്തിൻ്റെ മുന്നോട്ടുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാക്സിമം അസറ്റ് ക്രിയേഷൻ അത് എത്ര വരെ പോകാൻ കഴിയുമെന്നുള്ളതിൻ്റെ 2 ഉദാഹരണമാണ് ഞാനിവിടെ പറഞ്ഞത്. എന്തായാലും പൂഞ്ഞാർ പഞ്ചായത്ത് അതിനൊരു മാതൃക കാട്ടി എന്നുള്ളതിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സത്യത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള അംഗൻവാടികൾ വരുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും അവരെ അയക്കാൻ മാതാപിതാക്കൾക്കൊക്കെ വലിയൊരു സന്തോഷം ഉണ്ടാവും. കാരണം ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും നല്ല ഒരിടത്തേക്കാണല്ലോ കുട്ടികളെ അയക്കുന്നത് എന്നുള്ള സന്തോഷമാണ് അമ്മമാരുടെ മനസ്സിലുണ്ടാകുന്നത്.
എമേർജ് I&ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. മറ്റക്കൊമ്പന ജ്വല്ലറി, PP റോഡ്, ഈരാറ്റുപേട്ട.